Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ. എളുപ്പവഴി. കാര്യം വെച്ചാൽ പുള്ളിക്കാരത്തി എൻ്റെ ഷോ 1-2 പ്രാവശ്യം കണ്ടപ്പോഴത്തേന് ഞാൻ എപ്പോഴും പറയുവല്ലേ എളുപ്പവഴി ജോലി തീർത്തിട്ട് അടുക്കളയിൽ നിന്ന് മാറാൻ പറ്റുന്ന ഏതെങ്കിലും നല്ല റെസിപ്പി എന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് പുള്ളിക്കാരത്തി പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. അന്നേരം എന്നാന്ന് വെച്ചാൽ ഈ റെസിപ്പി ഞാൻ വീട്ടിൽ പരീക്ഷിച്ചു. അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ ചേർത്ത് അതിനൊന്ന് മാറ്റം വരുത്തിയതാണ്. അങ്ങനെ മാറ്റം വരുത്തിയപ്പോഴത്തേക്ക് സാധാരണ ഞാൻ പറയില്ലേ, ഞാൻ എല്ലാ റെസിപ്പിയും ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് വരുന്ന ഗിനി പിക്സ് എന്ന് പറയുന്ന എൻ്റെ ഏട്ടനും എൻ്റെ 3 മക്കളുമാണ്. അന്നേരം ഇപ്രാവശ്യം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഗിനി പിഗ് ആയത് എൻ്റെ ഏറ്റവും എന്താ പറയുക, ഏട്ടൻ്റെയും എൻ്റെയും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എൻ്റെ ഒരു ആങ്ങളെയും അതേപോലെ എൻ്റെ ചേച്ചിയും തന്നെയാണ് ഇതിന് ഗിനി പിഗായി മാറിയത്. വേറെ ആരുമല്ല, ആൽവിൻ ആൻ്റണിയും ലീന ആൻ്റണിയുമാണ്. ഞാനതെല്ലാം കൊടുത്തേച്ച് ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ ഇതിന് ഇതുവരെ ഒരു പേരിട്ടിട്ടില്ല, ഈ കോഴിക്ക് എന്നാ പേരിടുന്നത്, ഈ കോഴിക്കറിക്ക് എന്നാ പേരിടുന്നതെന്ന് ചോദിച്ചേ. അപ്പോൾ പുള്ളി പറഞ്ഞ എന്നാന്നറിയാവോ, ഈ കോഴിക്ക് മൃദുല കോഴി എന്ന് പേരിടാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കോഴിക്കറിക്ക് മൃദുല കോഴി എന്നാ പേരിട്ടെ. അപ്പം ഇതിന് ഈ ഒരു റെസിപ്പിക്ക് ഈ ഒരു കഥയുണ്ട്. ഏട്ടൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ പ്രൊഡ്യൂസറും വൈഫുമാണ് അവർ. ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടല്ല, അത് ശരിക്കും എൻ്റെ ഒരു ആങ്ങളെയും എൻ്റെ ഒരു ചേച്ചിയും തന്നെയാണ്. അതേപോലെ വേറൊരു കഥ എന്നാന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പ് പോലും എനിക്ക് എൻ്റെ ലീന ചേച്ചി, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ലീന ചേച്ചി ചെയ്ത് തന്നത്. അപ്പം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എന്താ പറയുക ഒരു ഭാഗമാണ്. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ചിക്കൻ്റെ റെസിപ്പിയാണ്. അതായത് ആൻഷൻ്റെ ഭാഷയിൽ മൃദുല കോഴി എന്നാണ് അദ്ദേഹം പേരിട്ടത്. ഇനി വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, ഇച്ചിരി എളുപ്പമാണ്. അതിനകത്ത് എക്സ്ട്രാ വരുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ. അത് മിക്ക വീടുകളിലും ഇപ്പോൾ ഉണ്ട്, അതിനൊരു നോ പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ ഇല്ലേ തന്നെ വല്ല ബദാമോ ഈ കപ്പലണ്ടി ഇടുമ്പോൾ കുറച്ചൊന്ന് നോക്കണം. എന്നാന്നറിയോ, കാഷ്യൂവിൻ്റെയും കപ്പലണ്ടിയുടെയും ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി ഇത്രയൊക്കെ കഥയുണ്ടാക്കി ഇത്രയൊക്കെ എന്താ പറയുക പരീക്ഷണം ചെയ്ത ഒരു റെസിപ്പി എങ്ങനെയാന്ന് വെച്ചാൽ, അതും ഞാൻ പറഞ്ഞു, നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ മാത്രം മതി എന്നുള്ളത്. ഇനി നമുക്കതൊന്നും ചെയ്ത് നോക്കാം. അതിന് ചെയ്യണമെന്ന് എൻ്റെ ഇൻഗ്രീഡിയൻസ് അറിയണം അല്ലേ. ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാണ് വേണ്ടിയെന്ന് വെച്ചാൽ, പുളി ഇല്ലാത്ത തൈര് ഫസ്റ്റ് വേണ്ടിയത്, ഒരു എന്താ പറയുക ഒരു 1/2 കപ്പ്. അത് കഴിഞ്ഞാൽ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അത് പൗഡർ തന്നെ വേണേ, അതല്ല നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുവാണെങ്കിൽ അങ്ങനെ മതി. പിന്നെ ഉള്ളത് ഇച്ചിരി ഉപ്പ്, കുറച്ച് നാരങ്ങാ നീര്, പിന്നെ ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആയത് മേടിച്ചേക്കുന്ന, അല്ല ഞാൻ ചതച്ചതല്ല, നേരം കിട്ടാത്തതുകൊണ്ട് മേടിച്ച കേട്ടോ. എന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചതയ്ക്കാൻ എത്ര നേരം വേണമെന്ന് ചില അമ്മമാർ ചോദിക്കും. പക്ഷെ എന്നാ ചെയ്യാനാമേ, ഈ ഒത്തിരി ഓട്ടത്തിൻ്റെ ഇടയിൽ നേരം കിട്ടിയില്ല, അതുകൊണ്ട് ഇച്ചിരി മേടിച്ചെന്നേ ഉള്ളൂ. പിന്നെ വേണ്ടിയത്, ഇതൊരു വലിയ മുഴുത്ത ഉള്ളി ഒരെണ്ണോ അല്ലെങ്കിൽ ഒരു 2 മീഡിയം സൈസ് ഉള്ളിയോ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തേക്കുന്നതാണ്. ഇതെന്നെ ഈ നിറമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാ മറ്റേ ചുമന്ന സവാളയില്ലേ അതാ. പിന്നെ ഉള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതായത് ഒരു 10-15 എണ്ണം വേണം. വറ്റൽമുളക് നമ്മുടെ എരിവ് അനുസരിച്ച്, കാശ്മീരി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ സാധാ വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി മല്ലി മീൻസ് എന്താ പറയുക 1 ടേബിൾ സ്പൂണോളം പച്ചമല്ലി. പിന്നെ വേണ്ടിയത് ഒരു ടീസ്പൂൺ കണക്കിനുള്ള ജീരകം, അതായത് സാധാ നമ്മുടെ ജീരകം. പിന്നെ ഉള്ളത് പെരുംജീരകം വേണം, അതും 1 ടീസ്പൂൺ കണക്കാണ്. ഈ ടീസ്പൂൺ കണക്ക് ഞാൻ പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മളിതൊരു ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു മസാല. അപ്പോൾ ആ മസാലയ്ക്ക് ഒരു അളവില്ല എന്നുണ്ടെങ്കിൽ 1 കിലോ കോഴിയുടെ കണക്കാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊന്ന് കുറിച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ ജാതിക്കയും ജാതിപത്രിയും ഉണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ, ജാതിക്ക ഒരു മുഴുത്ത ഒരു കഷ്ണം എടുക്കുവാണെങ്കിൽ, അത് പൊട്ടിക്കുവാണെങ്കിൽ ഇതേണ്ട ഈ ഒരു കഷ്ണത്തോളവും മതി. പിന്നെ അതിൻ്റെ ഇതളാണെങ്കിൽ ഇതേപോലെയാ, ഇതിൻ്റെ ഒരു 1/2 പോർഷൻ മതി. പിന്നെ വേണ്ടിയത് ഒരു 3-4 അല്ലെങ്കിൽ ഒരു 5 ഏലക്ക. ഇതെന്നാന്നറിയാവോ, ഇത് ഇച്ചിരി ഫ്രഷ് ക്രീമാണ്, അതുകൂടെ വേണം. ഇതിനൊരു ഓപ്ഷൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഥവാ ഫ്രഷ് ക്രീം ഇട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി നെക്സ്റ്റ് വേണ്ടി എന്നാന്ന് വെച്ചാൽ, കുറച്ച് പച്ചമുളക്. ഈ പച്ചമുളകിൻ്റെ എരിവ് എന്ന് പറയുന്നത് കറിക്കകത്തോട്ട് ഇറങ്ങണമെന്ന് ചോദിച്ചാൽ അത്രയും വേണ്ട, പക്ഷെ ചൂട് ചിക്കനകത്ത് ഇടുമ്പം ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങും. അതുമാത്രമല്ല, ആ ഒരു പച്ചമുളക് ഉണ്ടല്ലോ ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഇപ്പം ഞാൻ മേടിച്ചേക്കുന്ന
ഒരു ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് തന്നെ വേണമെന്നൊന്നുമില്ല, ബോൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഏകദേശം 1 കിലോളം ചിക്കനുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഫസ്റ്റ് ചേർക്കാൻ പോകുന്നത്. ആദ്യം കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി കുരുമുളക് പൊടിയാണ്. അതൊരു ടീസ്പൂൺ കണക്കാണ്, ഏകദേശം 1 ടീസ്പൂണോളം ഇട്ടോളൂ. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി ഉപ്പ്, അത്രയും ചിക്കന് വേണ്ടിയുള്ള ഉപ്പാണ്. 1 കിലോ കോഴിയാണെങ്കിൽ 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് വേണ്ടേ. ഇപ്പം എന്നാന്ന് വെച്ചാൽ മേടിക്കുന്നതായതുകൊണ്ട് ഒരു 3/4 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 1 നാരങ്ങയുടെ നീര്, അപ്പോൾ ടീസ്പൂൺ കണക്കാണെങ്കിൽ ഒരു 3 ടീസ്പൂണോളം വരുമായിരിക്കും. നാരങ്ങയുടെ വലിപ്പക്കുറവും ഒക്കെ ഉണ്ട്, ഇതെല്ലാം കണക്കാക്കി വേണം എടുക്കാൻ. ഇനി ഇതിനകത്തോട്ട് ഞാൻ തന്നെ ഈ ചിക്കനെ പുരട്ടി വെക്കാൻ പോവാം. ഇനിയിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന സകല സാധനവും നിങ്ങൾ വീട്ടിലെടുക്കുമ്പോൾ അഥവാ ഇച്ചിരി കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇച്ചിരി വീതം ചേർക്കാവുന്നതേ ഉള്ളൂ. അല്ല ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇത്രയേ ചേർക്കാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഒന്ന് നോക്കുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളത്, അതനുസരിച്ച് ചേർത്തോ. ശരിക്കും ഇനി ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് എന്നാ നമുക്ക് ഈ ഉള്ളിയില്ലേ, അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അത് ഏത് എണ്ണയാണെന്ന് വെച്ചാൽ നമ്മുടെ സാധാ റിഫൈൻഡ് ഓയിൽ തന്നെ മതി, വെളിച്ചെണ്ണയൊന്നും വേണ്ട. അരച്ച ഉള്ളി വഴറ്റാൻ ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇച്ചിരി സമയം കൂടുതൽ എടുക്കും, കാരണം അതിനകത്തെ വെള്ളത്തിൻ്റെ കണ്ടന്റ് കംപ്ലീറ്റ് അരഞ്ഞു വരും. അപ്പോൾ ആ വെള്ളം വറ്റിയിട്ട് വേണം ഉള്ളി വാടാനായിട്ട്. വാടുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ ശരിക്കും ആ ഉള്ളി ഒന്ന് മൂപ്പിച്ചാണ് എടുക്കുന്നത്. നല്ല മുരിഞ്ഞു വരണം. മുരിഞ്ഞു വരണം എന്ന് വെച്ചാൽ ബിരിയാണിക്ക് വരുന്ന പോലെ അല്ല, പക്ഷേ ഒന്ന് ബ്രൗൺ ആയി വരണം. ഓക്കെ, എണ്ണ ഒരുപാട് ചൂടാവുന്നതിന് മുമ്പ് ഞാൻ ഈ ഉള്ളി അങ്ങ് ഇടുക. കാര്യം എന്നാണെന്നറിയാവോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളമുണ്ട്, അപ്പം മേത്തോട്ട് തെറിക്കാനായിട്ട് എളുപ്പ വഴിയാണ്. അപ്പം ഇവിടെ ഇരുന്ന് മൂക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ മസാല ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അപ്പം അതിനാണ് ഞാൻ പറഞ്ഞത് അണ്ടിപ്പരിപ്പ് ഒരു 10-15 എണ്ണം. ഓക്കെ, അതിൻ്റെ കൂടെ വറ്റൽ മുളക് ഒരു എരിവ് അനുസരിച്ച്, ഇപ്പം ഇവിടെ ഞാനൊരു 15 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് 1 കിലോ ചിക്കനില്ലേ. 15 അല്ലെങ്കിൽ ഒരു 12 വറ്റൽ മുളക് ആയാലും മതി. ഇനി വേണ്ടിയത് 1 ടേബിൾ സ്പൂൺ കണക്ക് മല്ലി, 1 ടീസ്പൂൺ കണക്ക് ജീരകം, അതേപോലെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി വേണ്ട എന്നാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതിക്കായുടെ 1 കഷ്ണവും കാ 1 കഷ്ണവും, അതായത് ഫുൾ കാ വേണ്ട, ഒരു ചെറിയ കായുടെ 1 കഷ്ണവും, അതേപോലെ അതിൻ്റെ എതളില് ഒരു പകുതി എതളും. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 ഏലക്ക. ഇതിനെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എന്നാന്നറിയാവോ, നമ്മൾ ഒരുപാട് പൊടിച്ചെടുക്കരുത്, എന്നാ പൊടിയും വേണം ആ പരുവത്തിന്. അതായത് ആ ഒരു ക്രഷ് ഫീലിംഗും ഉണ്ട്, എന്നാ പൗഡേർഡ് ഫീലിംഗും വേണം. ആ രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇതിന്റെ ഡ്രൈ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് എന്താ പറയുക
മുരിഞ്ഞ് അങ്ങനെ വരണ്ട, ഒന്ന് മൂക്കാൻ, അതായത് ഒന്ന് ചൂടായാൽ മതിയേ. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് ഇന്ന് ആ പുക പോകുന്ന അറിയാം, ആ ഒരു ചൂട് മതി. സ്പൈസസ് എല്ലാം ഒന്ന് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ശരിക്കും ഭയങ്കര മുരുമുര വന്നാൽ ആ പൊടിയാൻ പറ്റുക എന്ന് പറയും. പക്ഷെ അങ്ങനെയില്ല, ഞാനിപ്പോൾ അത്രയും മൊരിക്കാത്തത് കൊണ്ട് ഞാനിപ്പം ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാം. പൊടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് പൗഡേർഡ് അല്ല, എന്നാൽ ക്രഷും അല്ല, ആ പരുവം. ഇതിവിടെ പൊടിക്കാൻ ഞാൻ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തോട്ടെ. പക്ഷെ എൻ്റെ ഉള്ളി മൂത്ത് കഴിഞ്ഞു, അപ്പം ഞാൻ ചിക്കൻ ഇടണം. അപ്പം ചിക്കൻ ഇട്ടേച്ച് ഞാൻ ബാക്കിയൊന്ന് പൊടിക്കാം. ഇതാ ഞാൻ ആ പറഞ്ഞ പരുവം. ഒത്തിരി പൊടിഞ്ഞിട്ടില്ല, എന്നാൽ പൗഡർ ആവുകയും വേണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ മണം നമ്മുടെ ചിക്കനകത്ത് വരുവല്ല. 1 കിലോ കോഴിയുടെ എത്ര മസാല വേണോ അതിൻ്റെ അളവാ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഉള്ളിക്കകത്തോട്ട് ഞാൻ ആ ചിക്കനും ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കംപ്ലീറ്റ് ഇട്ടു. ഇനി എന്നാന്ന് വെച്ചാൽ ഹാഫ്, അതായത് ചിക്കൻ ഒന്ന് വൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാല ചേർക്കാം. ഇതിന് എന്താ പറയുക, ബോൺലെസ്സും കൂടെ ആകുമ്പോൾ ഒത്തിരി ചിക്കൻ വലിയ വേവില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ആ മസാലയും കൂടെ ചിക്കനകത്തോട്ട് പിടിക്കണമല്ലോ. അപ്പം അതിൻ്റെതായ ഒരു സമയവും കൊടുക്കുകയും വേണം. ഇപ്പം വേണ്ട ചിക്കൻ എല്ലാം വൈറ്റ് ആയിട്ടുണ്ട്, ഒരു പിങ്ക് ഷെയ്ഡ് പോലും ഇല്ല. ഇനി ഞാൻ ഈ മസാലയും കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വെന്താൽ മാത്രമേ ആ കറിക്ക് ഒരു രുചി ഉണ്ടാവത്തുള്ളൂ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കില്ലേ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാം. എനിക്ക് ആ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്താലേ ഒരു തൃപ്തിയുള്ളൂ, വേണമെങ്കിൽ മാത്രം. വേണം എന്നില്ല, മസ്റ്റ് അല്ല. പക്ഷേ ഇങ്ങനത്തെ നോൺ വെജ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞ ചേർക്കുന്നത് നല്ലതല്ലേ. ഇപ്പം നോൺ വെജിലെന്നല്ല, വെജിലായാലും കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നതല്ല. അപ്പം ഞാനൊരു ഇച്ചിരി മഞ്ഞ ഇടുവാണേ. ഒരു നിർബന്ധവും ഇല്ല, ഇത് എൻ്റെ ഇഷ്ടമാണ്. ഇത് പറഞ്ഞു തന്ന, ഈ റെസിപ്പി പറഞ്ഞു തന്ന ആളും ഒന്നും പറഞ്ഞില്ല, രുചിച്ചു നോക്കിയ ആളും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ കറി നല്ല ബെസ്റ്റ് ടേസ്റ്റ് ഉള്ള ഒരു ഭയങ്കര നല്ല കറി. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കറി നമുക്ക് പേരിട്ട ആൾക്കും പറഞ്ഞു തന്ന ആൾക്കും വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം. എന്തായാലും മസാലയും എല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമ്മുടെ ഗ്രേവി, ചിക്കനിൽ നിന്ന് ഊറിയ വെള്ളം കംപ്ലീറ്റ് ആ മസാലയിൽ അങ്ങ് പിടിച്ചു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ ചിക്കൻ വേവാനും ആ മസാല പിടിക്കാനും ഉള്ള ഒരു വെള്ളം ഇതിനകത്ത് വേണം. അപ്പം ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചാൽ ഇത് അടച്ചിടാൻ പോവാ. എന്നാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പച്ചമുളക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവി വാങ്ങാൻ നേരം പച്ചമുളക് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം. പക്ഷേ ഇതിനകത്ത് എൻ്റെ സജഷൻ ആദ്യം ഒരു 3-4 പച്ചമുളക് ഇടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, അതിൻ്റെ ഫ്ലേവറും കൂടെ ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഇതിന് ശരിക്കും നിറച്ച് കറിവേപ്പിലല്ല, നിറച്ച് മല്ലിയില ഇടേണ്ടത്. ഇത്രയേ ഉള്ളൂ ചിക്കൻ കറി. ഇനി അത് ആ ചിക്കൻ കറി, ചിക്കൻ ഒന്ന് വേവണം. അതിൻ്റെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എത്ര വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലേ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞ് വെച്ച് അതും, പിന്നെ ഈ ബാക്കി വരുന്ന പച്ചമുളക് എത്രയാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതും, കുറച്ച് മല്ലിയില നല്ലോണം അരിഞ്ഞ് വെച്ചാൽ അത് കുഞ്ഞുകുഞ്ഞായിട്ട് അരിയണേ, അതും കൂടെ ഒന്നിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ആ ഗ്രേവിയോട് കൂടി ഒരു നല്ല മുരിഞ്ഞ പൊറോട്ടയോ അല്ലെങ്കിൽ ഒരു ബ്രെഡോ, ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനായത്. വാങ്ങുന്ന സമയത്ത്
കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കാം. ഇനി നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കാൻ ഞാനിപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് ചേർക്കാമെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ മറന്നുപോയാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അയ്യോ ഓർത്തില്ലല്ലോ എന്ന് തോന്നിപ്പോയാൽ മറക്കാതിരിക്കാൻ ഞാൻ വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി 1 സ്പൂൺ ക്രീമും കൂടെ ചേർക്കാം. ഇതിപ്പോൾ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 1-2 സ്പൂൺ ചേർക്കുന്നത്. അതല്ല, ഒരു വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ 1 സ്പൂൺ ചേർത്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആൻ ചേട്ടൻ പറഞ്ഞു തന്ന പോലെ ഉള്ള മൃദുലക്കോഴി, അതായത് പേരിട്ടു എന്നേ ഉള്ളൂ, പക്ഷെ കണ്ടുപിടിച്ചത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പം വളരെ എളുപ്പമല്ലേ. സ്റ്റൂവ്, മപ്പാസ് അങ്ങനെയൊക്കെ ഒരു ഫാമിലിയിൽ പെടുന്നതാണോ എന്ന് ചോദിച്ചാൽ ആണ്. അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബട്ടർ ചിക്കൻ്റെ ഫ്ലേവറും വരും, എന്നാൽ മപ്പാസിൻ്റെ ഒക്കെ ഫ്ലേവർ വരും. ഞാൻ ശരിക്കും പുള്ളിക്കാരത്തിനെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് നിഷ എന്ന് പറഞ്ഞ ഒരാളൊക്കെ പറഞ്ഞു തന്നെ എനിക്ക്. അപ്പോൾ പുള്ളിക്കാരത്തി ഞാൻ ശരിക്കും എന്നെപ്പോലെ ഒരു കുക്കിങ്ങിനോട് ക്രേസ് ഉള്ള എൻ്റെ ഫ്രണ്ടും. അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ്. ശരിക്കും ഞാൻ എന്താ പറയുക, ഹാറ്റ്സ് ഓഫ് ടു ഹർ. ഇങ്ങനെ ഓരോ പുതിയ പുതിയ റെസിപ്പീസ് കണ്ടുപിടിക്കുമ്പോൾ അതിനൊരു കഴിവ് ദൈവം തമ്പുരാൻ പ്രത്യേകം കൊടുത്തതാണ്. റിയലി താങ്ക്ഫുൾ ടു യു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും സ്പെഷ്യലും എന്താ പറയുക, പേരിടാത്ത കോഴിക്ക് പേരിട്ട് മൃദുല കോഴി എന്നൊക്കെ പേരിട്ട് ആൻസേട്ടനും പറഞ്ഞു തന്ന ഈ ഒരു സ്പെഷ്യൽ ഡിഷ് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് എത്തുന്ന ഗസ്റ്റ് ആരാന്നല്ലേ, വേറെ ആരുമല്ല, എസ്തർ അനിലാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും മോളോട് ഒരുപാട് വിശേഷങ്ങൾ, അതായത് ഫിലിമിൽ വന്നതും ആ എക്സ്പീരിയൻസസും ഒക്കെ നമ്മളോട് പങ്കുവെക്കാനായിട്ടല്ലേ മോള് വരുന്നത്. അപ്പം നമുക്ക് ഈ സ്പെഷ്യൽ ചിക്കൻ കറി മോക്ക് കൊടുക്കുകയും ചെയ്യാം. Hello. Okay. Hearty welcome to my show. Thank you very much. ഇനി ഒരു കാര്യം ചെയ്യട്ടെ, സെയിം പിച്ച്. ഞാനാട്ടോ ആദ്യം കണ്ടുപിടിച്ചിട്ട് പറഞ്ഞില്ലല്ലോ, ഞാനല്ലേ സെയിം പിച്ച് പറഞ്ഞത്. സെയിം സാധിച്ചു. ഭയങ്കര കോയിൻസിഡൻസ് ആണ്. ഭയങ്കര കോയിൻസിഡൻസ് അല്ലേ? പക്ഷെ ഐ എം സോ ഹാപ്പി. നമ്മുടെ വേവ് ലെങ്ത് ഭയങ്കര ഒന്നായിരിക്കും. അതാ ഇങ്ങനെയൊക്കെ ഒരുമിച്ചൊക്കെ വന്നേ. ഐ എം സോ ഹാപ്പി. ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കുവായിരുന്നേ, ദൃശ്യത്തിൽ ഞങ്ങളെല്ലാം കാണുന്ന ഒരു അനുമോളായിട്ടാണ്. ഇപ്പൊ ശരിക്കും മലയാളി പ്രേക്ഷകരുടെ മൊത്തം മനസ്സിലും മോളാ. അപ്പം മോക്ക് ശരിക്കും ആ ഒരു മോളെന്ന് പറയുമ്പോൾ നമുക്കൊരു പാമ്പറിങ്, കൺസേൺ ഒക്കെ ഇല്ലേ നമ്മുടെ വീട്ടിലെ കൊച്ചെന്നുള്ള ആ ഒരു കൺസേൺ ഭയങ്കര ഇഷ്ടമാണോ, അത് അതിൽ നിന്നും മാറണമെന്ന് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ സിനിമ കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്കണക്റ്റഡ് ആവുന്ന ഒരാളാണ്. അങ്ങനെ സിനിമയുടെ ഒരു ലോകത്തില്ലാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ വേണ്ട പാമ്പറിങ് ഉണ്ട്, ബട്ട് അതല്ലാതെ ആൾക്കാരുടെ അടുത്തുനിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എന്തെങ്കിലും ഈവെന്റിന് വേണ്ടി ഇറങ്ങുമ്പോൾ ചിലർ വന്ന് ആ പാമ്പറിങ് സ്റ്റൈലിൽ സംസാരിക്കും. എനിക്കിഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാം ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതിരുന്നാലേ ഉള്ളൂ. ബട്ട് ഐ എം എൻജോയ് യുവർ കംഫർട്ട്. ഇപ്പൊ ശരിക്കും യു ആർ ബ്ലെസ്ഡ്. ഇത്രയും വലിയൊരു ലെജൻഡിന്റെ കൂടെ 3rd ടൈം അഭിനയിക്കാൻ പോവാ അല്ലേ? ആക്ച്വലി 4th ടൈം. ദൃശ്യം തന്നെ 1, 2, 3 ലാലങ്കളുടെ കാര്യമായിരിക്കില്ലേ പറയുന്നത്. പിന്നെ എന്റെ ഫസ്റ്റ് ഫിലിം ലാലങ്കളുടെ കൂടെ ഒരു നാൾ വരും എന്ന് പറഞ്ഞ ഫിലിമിൽ അങ്കിളുടെ മോളായിട്ടായിരുന്നു 4 പ്രാവശ്യം. അപ്പൊ ദാറ്റ് ഈസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് അല്ലേ? എങ്ങനെയായിരുന്നു? ഹൗ യു എൻജോയ്ഡ് ദാറ്റ്? ആബ്സല്യൂട്ട്ലി. അത് എനിക്ക് എന്താ പറയാ, ഞാനൊക്കെ ഭയങ്കര ലാലേട്ടൻ ഫാൻ ആയിരുന്നു ചെറുപ്പം മുതൽ. അപ്പൊ എന്റെ ഫാമിലിക്കൊന്നും സിനിമയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ നമ്മളിങ്ങനെ ഈ സിൽവർ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്കിളുടെ കൂടെ മോളായിട്ട് ഈ പറഞ്ഞ പോലെ 4 പ്രാവശ്യം അഭിനയിക്കുക ഓരോ ഏജിൽ. ഞാൻ ആദ്യം 3ാം ക്ലാസ്സിൽ 8-7 വയസ്സുള്ള സമയത്താണ്. ഇപ്പം എനിക്ക് 25 വയസ്സായി. സോ ഇത്രയും ലോങ് ഒരു ജേർണിയിൽ പല പ്രാവശ്യം അങ്കിളുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. ആക്ച്വലി ചോദിക്കുന്നത് തെറ്റാന്നറിയാം. ആക്ട്രസ് ആയിരുന്നു, അതെല്ലാം എന്റെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എനിക്കറിയാം. പക്ഷെ ചെയ്യുന്നതും തെറ്റാന്നറിയാം. പക്ഷെ ചോദിക്കാനുള്ള ആകാംക്ഷ, മനസ്സിലായില്ലേ? ദൃശ്യത്തിനെ കുറിച്ച് വല്ലതൊക്കെ പറഞ്ഞു തരുമോ? അല്ല, ഞങ്ങളുടെയൊക്കെ മലയാളി പ്രേക്ഷകരുടെ ഒരു ആകാംക്ഷ ഉണ്ട്. എന്നാലും അദ്ദേഹം അറസ്റ്റ് ചെയ്യോ, പിടിക്കപ്പെടുവോ? എന്നാലും തിയേറ്ററിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് മിസ്സാവത്തില്ല. ഇല്ല, പക്ഷെ എന്നാലും ഒരു അങ്ങനെ അതിനകത്ത് ഒരാളെ കിട്ടുമ്പോ കണ്ടോ? അപ്പൊ എന്റെ പ്രേക്ഷകരോട് അങ്ങനെ പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രേക്ഷകർ കണ്ടാലല്ലേ പടം ഹിറ്റാവത്തുള്ളൂ. ഒരു ചെറിയ ക്ലൂ ഒക്കെ ഇട്ടു പോകും. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ആ ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല മോളെ, പക്ക ബിസിനസ്. ആലോചിക്കേ, ഒരക്ഷരം പോലും പറയാലോ, നമ്മളെ അങ്ങോട്ട് വിട്ടു പോയി കണ്ടാ മതി എന്നുള്ള വാശിയല്ലേ? അത് ജിത്തു അങ്കിള് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു
കാര്യമാണ് ഇങ്ങനെ വേണം റെസ്പോണ്ട് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തിരിച്ചും മറിച്ചും ചോദിക്കും, നമ്മൾ അതിനകത്തൊന്നും വീഴരുത്. അപ്പൊ നമുക്ക് ചോദിക്കാം അല്ലേ, ഇടയ്ക്കൊന്ന് ചോദിച്ചേക്കാം, അത് ചോദിക്കും കേട്ടോ, ഉറപ്പാ. നോ പ്രോബ്ലം. പിന്നെ ഈ പറഞ്ഞ പോലെ മോനെ ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു, ഇനിയിപ്പോ ഇതിന്റെ ഒരു ആർട്ടിസ്റ്റ് ആക്ട്രസ് ആയി മാറുക, അപ്പം ഈ ക്യാരക്ടർ ചേഞ്ച്, അപ്പൊ അതിന്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മോളായിട്ട് അറിയുമ്പോൾ സോ ഇന്നസെന്റ്, നമ്മൾ പെട്ടെന്ന് അത്രയും ഡെപ്ത് ആയിട്ട് ആലോചിക്കുന്നു അങ്ങൊന്നുമില്ല. അപ്പൊ വാട്ട് ദ ഡിഫറൻസ്, വാട്ട് യു ഫീൽ? സോ അഗൈൻ ഞാൻ തുടങ്ങിയ സമയത്ത് വിചാരിക്കുന്നില്ലല്ലോ ഇത്രയും ലോങ്ങർ ഒരു ജേർണി ആയിരിക്കുന്നു. ഒരു സിനിമ കിട്ടി, അത് അഭിനയിച്ചു, അത് കഴിഞ്ഞ് പിന്നെ സിനിമകൾ വന്നു, പിന്നെ പോകെ ഈ പറഞ്ഞ പോലെ 8 വയസ്സിൽ നിന്ന് ഇപ്പോൾ 25 വയസ്സായി. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഓക്കെ ഇത്രയും നാൾ നമ്മൾ സിനിമയിൽ ഉണ്ടായി എന്ന് അറിയുന്നത്. അപ്പം ആ ഒരു ജേർണി ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴാണ് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ, നമ്മളുടെ ഏജ് വൈസുള്ള മെച്യൂരിറ്റി, ലൈഫ് എക്സ്പീരിയൻസുകളൊക്കെ മാറി എന്നുള്ളത്. സോ ഫാർ എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. ഗുഡ് ബാഡ് എല്ലാ എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒത്തിരി പഠിക്കാൻ പറ്റി. ഞാനിങ്ങനെ ചിലപ്പോൾ ആയിരിക്കും സ്കൂളിൽ നിന്ന് പഠിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സിനിമയിൽ നിന്നും സിനിമയെ ചുറ്റിപ്പറ്റി ഉണ്ടായ ജീവിതത്തിൽ നിന്നും പഠിക്കാൻ പറ്റി. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആ ഒരു എക്സ്പീരിയൻസിന്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് അറിയപ്പെടാനും വളരെ ഇഷ്ടമാണ്, ഞാൻ പഠിച്ച ആ ഒരു ഫീൽഡിലും അറിയപ്പെടാൻ ഇഷ്ടമാണ്. പക്ഷേ ഭയങ്കര എൻറിച്ചിങ് ആയിരുന്നു, ഒത്തിരി നല്ല എക്സ്പീരിയൻസ്. ഈ പറഞ്ഞ പോലെ ലാലങ്കിളിനെ പോലെയുള്ള ലെജൻഡറി ആയിട്ടുള്ള ആളുകൾ, അവരുടെ കൂടെയുള്ള ഒരു ലേണിംഗ് കർവ് തന്നെയായിരുന്നു ഇപ്പൊ തിരിച്ചു നോക്കുമ്പോൾ. അല്ല ശരിക്കും ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഒരു നായികയായി മാറുമല്ലേ, അപ്പം എനി ഹോംവർക്സ് യു ഡിഡ്? നോട്ട് റിയലി. ഇപ്പം എനിക്ക് പലപ്പോഴും ഇങ്ങനെ ഇന്റർവ്യൂയിലേക്ക് ആൾക്കാർ ചോദിക്കുമ്പോഴാണ് ഞാൻ ശരിയാ നായികയായിട്ട് ഷിഫ്റ്റ് ആയി. അതെ, കാരണം ഞാൻ ഹീറോയിനായിട്ട് ഒരു ക്യാരക്ടർ ചെയ്ത് തെലുങ്കില ഫസ്റ്റ്. മലയാളത്തിൽ ഇപ്പോഴും അങ്ങനെ നായിക കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല, ക്യാരക്ടർ റോൾസിലോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം നായികയായിട്ട് ചെയ്യുമ്പം അതേപോലെ അന്നും അവരും ചോദിക്കുമായിരുന്നു എന്താണ് പ്രിപ്പറേഷൻ ചെയ്തത്. നമ്മൾ സത്യമായിട്ടറിയില്ല, എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണല്ലോ. പക്ഷെ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി, ആളുകൾക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഹീറോയിനായിട്ട് ചെയ്യുമ്പോൾ സിനിമയുടെ കുറച്ചുകൂടെ അധികം പോർഷൻസ് നമ്മൾ ചെയ്യുന്ന അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇപ്പം എനിക്കറിയില്ല, ഡിലൂഷണൽ ആയതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഒന്നിനെ പറ്റി അങ്ങനെ വലിയ ചിന്തിക്കാറില്ല. പോവാ, നമ്മൾ ആ മൂഡിൽ ചെയ്യുക, ആ മൊമെന്റ് എന്ത് ചെയ്യുന്നു അത് നമ്മൾ ചെയ്യുക. അപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ആ പ്രോസസ്സ് ഇപ്പം ഈ പറഞ്ഞ പോലെ കഥകൾ വായിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇപ്പം എന്താണോ തോന്നുന്നത് ഈ ഒരു ജനറേഷനിൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം 5 വർഷം മുന്നേ ചിന്തിച്ച പോലെ ആയിരിക്കില്ല ഇപ്പം ചിന്തിക്കുന്നത്. അപ്പം അത് ബേസ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാറുണ്ട്. മോളിപ്പോ പറഞ്ഞു പഠിച്ചതല്ല ഞാൻ ചെയ്യുന്ന, ഇപ്പം നൗ യു ആർ ഡൂയിങ് ആസ് ആൻ ആക്ട്രസ്. ശരിക്കും മോള് ബേസ് എന്താ എടുത്തേ? സോ ഞാൻ 11th 12th കഴിഞ്ഞിട്ട് അണ്ടർഗ്രാറ്റ് ചെയ്ത എക്കണോമിക്സ് സോഷ്യോളജിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലണ്ടനിൽ പോയി. ഞാൻ അപ്പോൾ പഠിച്ചത് MSc ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പം ബേസിക്കലി ഇപ്പം ലോകത്ത് യാതൊരു അല്ല എന്തുവായിരുന്നു എയിം? ആക്ട്രസ് അല്ലായിരുന്നെങ്കിൽ വോട്ട് യു വാണ്ട് ടു ബിക്കം? ഒരിക്കലും ആക്ട്രസ് ആവണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അതായിരുന്നു എങ്ങനെയെങ്കിലും സിനിമയിൽ നിന്ന് മാറി പോകണം എന്നുള്ളതായിരുന്നു എന്റെ വലിയ ആഗ്രഹം. അയ്യോ, ഇതാരും പറയാത്തൊരു ഉത്തരവാണല്ലോ. എല്ലാരും പറയുന്നത് എങ്ങനെയും ഒന്ന് സിനിമയിൽ എത്തിയാൽ മതി എന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊരു പോയിന്റിൽ ഇതിനെ വളരെ എന്താ പറയാ, നമുക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റീനെ കുറച്ച് ഇതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് വില അറിയാത്ത ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്കങ്ങനെ സിനിമയിൽ ഈ ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുക, അപ്പം നമ്മുടെ കുഞ്ഞു മൂവ്മെന്റ്സ് വരെ ആൾക്കാർ വാച്ച് ചെയ്യുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു ഭയങ്കര അഹങ്കാരിയാണ്, അല്ലെങ്കിൽ ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് ഇട്ടു. അപ്പോൾ എപ്പോഴും നമ്മളൊരു സ്ക്രൂട്ടിനിയിലാവുക എന്നുള്ള ഫീലിംഗ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര നല്ല ലൈഫായിരുന്നു സിനിമയ്ക്ക് പുറത്ത്, ഇപ്പോഴും അതെ, ടച്ച് വുഡ്. അപ്പം അതുപോലെ ലൈം ലൈറ്റിൽ നിന്ന് വിട്ടൊരു ജീവിതമായിരുന്നു എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം എന്നെ പറഞ്ഞു പഠിപ്പിച്ചു സിനിമ വേണ്ട എന്നൊക്കെ. അപ്പോൾ ഞാനങ്ങനെ ഇക്കണോമിക്സ് ഇഷ്ടമുള്ളൊരു ഫീൽഡായിരുന്നു. അപ്പം ഇക്കണോമിക്സും സോഷ്യോളജിയും പഠിച്ചു ബോംബെയിൽ. അത് കഴിയുമ്പോൾ കോവിഡ് വന്നു. അപ്പോൾ പിന്നെയും സിനിമ ദൃശ്യം 2 അങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് കോവിഡ് എല്ലാം കഴിഞ്ഞ് കുറച്ച് സിനിമയൊക്കെ ചെയ്തപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ഇഷ്ടം വേണ്ട, ഇത് അല്ലായിരുന്നു നമുക്ക് വേണ്ടത്, നമ്മൾ വേറെ എന്തോ ആവേണ്ട ആളാണെന്ന് പറഞ്ഞ് ഞാൻ ലണ്ടനിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ദൃശ്യം 3 അനൗൺസ് ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു വന്നു. പക്ഷെ തിങ് ഡീപ്പ് ഡൗൺ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ സിനിമ കാണാനും, ഇപ്പം സിനിമയിൽ ഞാനൊരു ഭാഗം അല്ലെങ്കിലും ഐ വുഡ് ഹവ് എൻജോയ്ഡ് സിനിമ. അതിൻ്റെ ഒരു മാജിക് എന്നും മനസ്സിലുണ്ടാവും. അപ്പം ഞാൻ ആലോചിച്ചു, ഇങ്ങനെ വെറുതെ ഞാൻ എന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട, ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതിനോട് സത്യസന്ധത പുലർത്തി ഒന്ന് മുന്നോട്ട് പോയി നോക്കണം എന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമായിരിക്കും ഞാൻ ആ തീരുമാനം എടുത്തത്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇനി ഒരു 2-3 years ഐ വിൽ ഡിവോട്ട് മൈ സെൽഫ് ടു സിനിമ. പിന്നില് നമ്മളിപ്പോ ഡിസിഷൻ എടുക്കുമ്പോ അതിന്റെ പിന്നില് വാട്ട് ദ ഹോംവർക്ക് യു ഡിഡ് അങ്ങനെ എന്തില്ല? ഇല്ല, ഐ തിങ്ക് നമുക്ക്
ഉള്ളിൽ ഇഷ്ടം ഉണ്ടായിരുന്നുള്ള ഇപ്പൊ സിനിമയോടുള്ള ഒരു റീകണക്ട് ചെയ്തു സിനിമയായിട്ട്. അതായിരിക്കും ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഹോംവർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ 8 വയസ്സായിരുന്നു ആ സമയം തുടങ്ങി ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ 25 ഇയേഴ്സ് 25 ഇയർ ആയി. അപ്പൊ ഇത്രയും കാലത്തിനിടയിൽ വാട്ട് യു ഹാവ് ലേൺ ഫ്രം സിനിമ? ലോഡ് ഓഫ് തിങ്സ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് വരെ സിനിമയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു കേട്ടോ. കാരണം ഈ പറയുന്ന ഒരു ലെവൽ ഓഫ് നോളജ് അബൌട്ട് തിങ്സ് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ എല്ലാം ഇന്ററാക്ട് ചെയ്യുന്നൊക്കെ മോസ്റ്റ്ലി മെൻ ആയിരിക്കും, അതും 10-30 വയസ്സിന് മേലുള്ള ആൾക്കാർ. അപ്പം അവർ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ കേട്ടാണ് ഞാൻ സംസാരിക്കുന്ന രീതി എല്ലാം അങ്ങനെ കുറേ ഇൻസ്പയർ ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇഷ്ടമില്ല സിനിമ വേണ്ട എനിക്കത് ഞാൻ എൻ്റെ സ്വയം മനസ്സിൽ പഠിപ്പിക്കുക എന്നൊക്കെ വല്ലപ്പോഴും ലാലേട്ടനോടത്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ അഭിപ്രായം ഒന്ന് അറിയണം. ഇല്ല, ലാലങ്കിളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പിന്നെയും ഇങ്ങനെ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻ ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ 3യുടെ ഷൂട്ടിന്റെ സമയത്താണ്. അതെന്താണ് ഇത്ര വലിയ സീരിയസ് കോൺവെർസേഷൻ? കാരണം നമുക്ക് പ്രായവും കുറച്ചുകൂടെ മാറി. ഇപ്പൊ ഞാൻ പറഞ്ഞ ആദ്യം കുഞ്ഞായിരുന്നു, പിന്നെ ഞാനൊരു ടീനേജർ ആയി, ഇപ്പൊ ഞാനൊരു അഡൽട്ട് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പല സ്റ്റേജസും ലാലേട്ടൻ കണ്ടോണ്ടിരിക്കും. What was the advice he gave you? He actually, I don't think he's somebody who give you an advice. അങ്ങനത്തെ ഒരു മൂഡല്ല അങ്കിൾക്ക്. പിന്നെ എനിക്ക് അറിയായിരിക്കും പുള്ളി നമ്മളെക്കാൾ ചെറുപ്പമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം നമ്മളൊരു സീരിയസ് ടോപ്പിക്കിലേക്ക് പോവെങ്കിലും നേരെ വന്ന് കുഞ്ഞു പിള്ളേർ സംസാരിക്കുന്ന പോലെ എന്തെങ്കിലും ആയിരിക്കും ലാലങ്കിള് പറയുന്നത്. അപ്പം അഡ്വൈസ് ആയിട്ടില്ല, പക്ഷെ ഇൻസ്പയർ ചെയ്ത ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ അങ്ങനെ ഫുൾ സംസാരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ആലോചിക്കും ആ സമയത്തൊക്കെ ഫാൽക്കെ അവാർഡ് കിട്ടിയ ഒരു ടൈമായിരുന്നു അങ്കിൾക്ക്. നമ്മൾ ദൃശ്യം 3 ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉറക്കവും ഇല്ല, റെസ്റ്റും ഇല്ല, ഒന്നുമില്ല. അങ്ങോട്ട് പോകുന്നു, റിയാലിറ്റി ഷോ ഷൂട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പം ഞാൻ വെച്ചു വേറെ പണിയൊന്നുമില്ലേ, ഒന്ന് അടങ്ങിയിരുന്നൂടെ. അപ്പം പറഞ്ഞു എന്ത് ചെയ്യാനാ, ഇതാണ് എൻ്റെ ലൈഫ്. സോ ഞാനത് എൻജോയ് ചെയ്യാൻ പഠിച്ചു. എനിക്ക് സിനിമ ഇല്ലാത്തൊരു ലൈഫ് ആലോചിക്കാൻ പറ്റില്ല. സോ അപ്പം ഹി സീ ഇറ്റ് ആസ് എ ബ്ലെസ്സിങ്. എല്ലാ ദിവസവും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ജോലിയായിട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. സോ അതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ എന്തോരം കാര്യങ്ങൾ കംപ്ലൈന്റ് ചെയ്യും, ഓരോ ദിവസം കംപ്ലൈന്റ്സാ. ഇപ്പൊ ആക്ട്രസ് അല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ നമ്മളിപ്പം സ്ക്രിപ്റ്റ് ആവാം, അല്ലെങ്കിൽ ഡയറക്ഷൻ ആവാം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ആവാം, എന്തെങ്കിലും അത് ചെയ്യണം എന്നോ പഠിക്കണം എന്നോ ഒക്കെ ആഗ്രഹം തോന്നിയില്ല? ഡിറക്ഷൻ ഇഷ്ടമുണ്ട്, അതായത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പം എൻ്റെ റൂംമേറ്റ് ഒരാൾക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ആളുടെ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഓഡിഷൻ ക്ലിപ്പ് വരുമ്പോൾ സജഷൻസ് കൊടുക്കുകയും ഇങ്ങനെ ചെയ്തു നോക്കുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഇങ്ങനെ ഒരു ഡയറക്ടറിൻ്റെ റോൾ എടുക്കുന്നത് ഇഷ്ടമായിരുന്നു. എത്രത്തോളം ഇപ്പം ആൾ ഫൈനലി സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങി. അപ്പോൾ വലിയ സന്തോഷം, നമ്മളൊക്കെ തുടക്കത്തിൽ ഹെൽപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യം. അപ്പം ആ ഒരു റോൾ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. എത്രത്തോളം നന്നാവുമെന്ന് അറിയില്ല, പക്ഷെ ഇറ്റ്സ് സംതിങ് ദാറ്റ് ഓക്കെ. അല്ല, ശരിക്കും എനിക്ക് മോളോട് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫിലിമിൽ വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ you have traveled a long time. അപ്പൊ you may know the changes what happened in cinema. That means ഇപ്പത്തെ ട്രെൻഡ് അനുസരിച്ച് ജെൻസി പറയുന്നുണ്ട്. അല്ലാതെ ഞങ്ങളൊക്കെ അഭിനയിച്ച സമയത്തും യു വേ there. അപ്പം ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ആ ഒരു ജേർണി, ദ ചേഞ്ച് ഇൻ സിനിമ, അത് എപ്പോഴെങ്കിലും റിയലൈസ് ചെയ്തു? ഭയങ്കരമായിട്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് when I look back ഭയങ്കര റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്ത പോലെ തോന്നുന്നു. അത് ഞാൻ പറഞ്ഞു, ഞാൻ വന്ന ടൈമിൽ ഇറ്റ് വാസ് ജസ്റ്റ് മോസ്റ്റ്ലി മെയിൽ ടെക്നീഷ്യൻസ്. നമുക്ക് എല്ലായിടത്തും ചേട്ടന്മാരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വി ഹാവ് സോ മെനി ഫീമെയിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ക്യാമറ ടെക്നീഷ്യൻസ്, കുറേ പേര്. ഇപ്പം ലാസ്റ്റ് ഇപ്പം ദൃശ്യം 3 ആണ് ഒബ്വിയസ്ലി ചെയ്തത്. നമുക്ക് തന്നെ സെറ്റിൽ ഒത്തിരി പേരുണ്ട്. അപ്പം അത് വലിയൊരു ചേഞ്ചാണ്. അല്ലെങ്കിൽ അവർക്ക് വേണ്ട അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ് കണ്ടത്. ഇതിനിടയിലുള്ളൊരു പീരീഡ് ഉണ്ട്, അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന പീരീഡ്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ആർട്ടിസ്റ്റുകൾ അതിനുവേണ്ടി ഇപ്പം എനിക്ക് തോന്നുന്നു, ഞാൻ അമ്മ അസോസിയേഷനിൽ ഒത്തിരി വർഷമായിട്ടുണ്ട്. അപ്പം അന്ന് കുറേ വർഷം മുന്നേ പാർവതി ചേച്ചി അങ്ങനെ ഒരു അപ്പീൽ നടത്തിയത്, വാഷ്റൂംസ് വേണമെന്ന് പറഞ്ഞു. സോ ആ ഒരു ടൈം കണ്ടിട്ടുണ്ട്. സോ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. ഇനിയും ഒരുപാട് ചേഞ്ച് ആവാനുണ്ട് ഒബ്വിയസ്ലി, പക്ഷെ ഈ പറഞ്ഞ പോലെ അത് കണ്ടിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ലോണം കൂടെ പോയതല്ലേ, സിനിമയുടെ കൂടെ പോയി യു ക്യാൻ ഫീൽ ദാറ്റ് ചേഞ്ച് ഓൾസോ. ബട്ട് ജസ്റ്റ് ദാറ്റ് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് എനിക്കങ്ങനെ, ഞാനൊരു മിയർലി ഒരു ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിരുന്നു. അതിനകത്ത് എത്രത്തോളം എനിക്കൊരു ഇപ്പം നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും എനിക്കൊരു പാർട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനായിട്ട് അതിലൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് എല്ലാവരും എന്നെ ഒരു വഴക്ക് പോലെയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്നറിയോ, ഈ ജെൻസി ആയിട്ട് അമ്മ ചേരുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പൊ മോളെ എനിക്ക് കിട്ടി, സോ ഐ ക്യാൻ ആസ്ക് അല്ലേ യു, ശരിക്കും ഈ ജെൻസി ട്രെൻഡ് എന്താണ്? ഞാൻ ജെൻസിയാണ്, പക്ഷെ ഒരു എന്താ പറയാ,
ട്രെൻഡ് Now I'm taking a class from you. അപ്പൊ എന്നെ അതുപോലെ പഠിപ്പിക്കണം. ഐ തിങ്ക് ഐ എം എ ബാഡ് ജെൻസി. അത് പറ്റത്തില്ല. ബിക്കോസ് എനിക്കൊന്ന് ഞാനൊരു 2001 ബോൺ ആണ്. അപ്പം ഇപ്പം 2010 അതെ അതിലും പെട്ടുപോയി, നടുക്കായി പോയി. അത് ഒരു പഴയ സോൾ ഉണ്ട് ഉള്ളില്, പക്ഷെ പുതിയ ആൾക്കാരുടെ കൂടെയാ ജീവിക്കുന്നത്. അപ്പൊ ആ ചേഞ്ച് എങ്ങനെ വരുന്നത്? ദാറ്റ് മീൻസ് ആ ചേഞ്ച് ആണ് എനിക്ക് വരണമെന്നാണ് എല്ലാരും പറയുന്നത്. സോ ഐ വോണ്ട് ടു ലേൺ ഫ്രം യു. ട്രെൻഡ്, മ്യൂസിക്കിലുള്ള ട്രെൻഡ് ഫോളോ ചെയ്യാമായിരിക്കും. പക്ഷെ എനിക്കും സത്യം പറഞ്ഞ ഇവരുടെ മ്യൂസിക് ട്രെൻഡ് അറിയില്ല, എനിക്ക് പലപ്പോഴും ഇഷ്ടമല്ല. പിന്നെ വോക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ കോൺസെപ്റ്റുമായിട്ട് അഡാപ്റ്റ് ലൈക്ക് ഞാൻ മോശമാണ് ഈ കാര്യത്തിൽ. അപ്പൊ പിന്നെ അഡ്വൈസ് എടുത്തിട്ട് കാര്യമില്ല അല്ലേ? ഓക്കെ, ഫ്രണ്ട്സ് ഒക്കെ ജെൻസി വൈബ് ആണോ? എല്ലാരും നിങ്ങൾ നടുക്ക് ഇങ്ങനെ നിൽക്കുക അല്ലെ? അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് പഠിക്കാനൊന്നുമില്ല, വെറുതെ. അപ്പൊ ഈ പാട്ടൊക്കെ എങ്ങനത്തെ ഇഷ്ടം? മെലഡിയസ് 90s 80s അതോ 2006? ഈ പറഞ്ഞ പോലെ എന്റെ അപ്പനും അമ്മയ്ക്കും പഴയ പാട്ടുകള് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അമ്മയൊക്കെ ഓരോ കാലഘട്ടം 90s and 80s ഓൾസോ. കഴിഞ്ഞ ദിവസം കാറിൽ വന്നപ്പം അമ്മ 80s പ്രണയഗാനങ്ങളായിരുന്നു പ്ലേ ചെയ്തത്. അപ്പോ അപ്പൊ ഞാൻ പറയാം, അമ്മയ്ക്കൊക്കെ ഓരോ കാലഘട്ടം, അമ്മ കോളേജ് പഠിച്ച വർഷം എല്ലാം സിനിമ അതിൽ വന്ന പാട്ടുകൾ വെച്ചിട്ടാണ് അമ്മ ഐഡന്റിഫൈ ചെയ്യുന്നത്. അല്ലെ ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പിന്നെ എന്താ ഒരു വേറൊരു കളർ വന്ന ഒരു ടി വിയിലെ കാലം, ഇതൊക്കെയാണ് അമ്മ. സോ അമ്മ എല്ലാ കോൺവെർസേഷനും അമ്മ അപ്പേ അതെ ഇത് വെച്ചിട്ടാണ് നമ്മളെ ചെറുപ്പം മുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. അതുകൊണ്ട് ഈ ജെൻസി പാട്ടുകളെക്കാൾ കൂടുതൽ നമ്മൾ കേട്ട് വന്നിരിക്കുന്നത് 80s 90s ഉള്ള പാട്ടുകളാണ്. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ഇപ്പോൾ ഉള്ള പാട്ടുകൾ കേൾക്കില്ല എന്നല്ല. കേൾക്കും, അനിരുദ്ധിന്റെ പാട്ടുകൾ, അങ്ങനെ തമിഴിലുള്ള പാട്ടുകൾ, പുതിയ പുതിയ മലയാളത്തിൽ ഐ ഡു. പക്ഷെ കൂടുതൽ റീപ്ലേ ചെയ്ത് കേൾക്കുന്നത് പഴയ പാട്ടുകളായിരിക്കും. അപ്പൊ പഴയതാകുമ്പോഴത്തേക്ക് ഇന്ന് ഇപ്പൊ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ ട്രഡീഷൻ കൾച്ചർ ഡിഫറെന്റ് അല്ല, അത് നമ്മൾ വിട്ട് എവിടെയും പോകുന്നില്ല. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഇന്ന് പെസഹ വ്യാഴാഴ്ച എന്നറിയാമല്ലോ അല്ലെ? അപ്പൊ എന്താന്ന് വെച്ചാൽ ശരിക്കും വീട്ടിൽ നമ്മുടെ ട്രഡീഷണൽ കാര്യങ്ങൾ, പെസഹ അപ്പം ഉണ്ടാക്കുക, പെസഹ പാല് ഉണ്ടാക്കുക, ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്ന, പള്ളിയിൽ പോവാതെ. ഈസ്റ്റർ സ്പെഷ്യൽ എന്നാ ഇപ്രാവശ്യം? ഈസ്റ്റർ സ്പെഷ്യൽ അമ്മയോട് ചോദിക്കേണ്ടി വരും. അമ്മയുടെ എന്തെങ്കിലും ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ടോ? അമ്മ എനിക്ക് അപ്പവും സ്റ്റൂവും വേണം, ഇന്നത് വേണം എന്നൊക്കെ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? കട്ട്ലറ്റ് എപ്പോഴും പറയും, കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഇടയിലുള്ള ഒരു ഇതായിരിക്കും, സ്പെഷ്യാലിറ്റി ആയിരിക്കും. കറക്റ്റ്. അല്ലാതെ അമ്മയുടെ ഡിമാൻഡ്സ് ഒന്നും? അമ്മ ഈ ഇടയായിട്ട് പാൽക്കപ്പ ഉണ്ടാക്കും, അത് ഇഷ്ടമാണ്. അപ്പം അതിടയ്ക്ക് പറയും. പക്ഷെ മെയിൻലി പിടിയും കോഴിയും ആണ് ഒരു സ്പെഷ്യാലിറ്റി, അതും കട്ട്ലറ്റും ആണ്. അപ്പോ അത് തന്നെയായിരിക്കും ചോദിക്കാൻ സാധ്യത. ഫാമിലി ആയിട്ടാണോ അത് അമ്മയുടെ വീട്ടിലോ പപ്പായുടെ വീട്ടിലൊക്കെ പോകും? പണ്ട് മുതലേ അമ്മയുടെ വീട്ടിലായിരുന്നു. ഇപ്പൊ എല്ലാരും ഓരോ രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്തു, ഓരോ സ്ഥലത്തേക്ക് പോയി. അപ്പം സെലിബ്രേഷൻസ് ചെറുതായി. ഇപ്പൊ എന്റെ ബ്രദേഴ്സും ഇവിടെ ഇല്ല, എല്ലാരും പുറത്താ. അപ്പൊ പിന്നെ ഞങ്ങൾ 3 പേരായിരിക്കും മോസ്റ്റ്ലി. ഇങ്ങനെ പ്രത്യേകം ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ ആകുമ്പോ എല്ലാരും ഒന്നിച്ചു കൂടാൻ ശ്രമിക്കോ? ശ്രമിച്ചാൽ ഈ പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും നമ്പേഴ്സ് കുറഞ്ഞു. ഇപ്പൊ എല്ലാ വീട്ടിലും അമ്മയും അപ്പയും അങ്ങനെയുള്ള അല്ലെ ഒരാള് എന്നൊക്കെ ഒരു കണക്കിനായി. അതുകൊണ്ട് വയനാടാണെങ്കിൽ എൻ്റെ അപ്പയുടെ പേരൻസ് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് താഴെ അപ്പൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പാല് ഇത് ചെയ്യാനും അപ്പം മുറിക്കാനും ഒക്കെ ആയിട്ട് ഒന്ന് കൂടും. ചെറിയ സെലിബ്രേഷനായി. പണ്ടൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷൻ, നമ്മൾ ആ നൊയമ്പ് പൊട്ടിക്കുന്ന ദിവസത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒക്കെ അത് കുറഞ്ഞു. സ്കൂളിലെ വെക്കേഷൻ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന അപ്പായുടെ വീട്ടിലാണോ അമ്മയുടെ വീട്? എവിടെ? കണ്ണൂരാണ്, കൊട്ടിയൂർ എന്ന് പറയും. അപ്പൊ അവിടെ പുഴയുണ്ട്. അപ്പൊ നമ്മള് കസിൻസ് ഒരു 10-15 പിള്ളേരുണ്ട്. അപ്പൊ പുഴയിൽ പോവാ, ചാച്ചൻ അമ്മച്ചിയുണ്ട്. അവിടെ അമ്പലല്ലേ? അതെ, കൊട്ടിയൂര് ക്ഷേത്രം ഭയങ്കര ഫേമസ് ആണ്. ഭയങ്കര ഫേമസ്. അവിടെ പോയിട്ടുണ്ടോ? ഉണ്ട്, ചെറുതായിരുന്നപ്പോ പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ പോയിട്ടില്ല. ഞാനൊക്കെ ഭയങ്കര കുഞ്ഞായിരുന്നപ്പം പോവായിരുന്നു. ഏറ്റവും കൂടുതൽ മിസ്സാവുന്ന അപ്പായുടെ വീടാണോ അമ്മയുടെ വീടാണോ? അപ്പയുടെ വീട് അങ്ങനെ മിസ് ചെയ്യാൻ ഇല്ല, കാരണം എന്റെ വീടിന്റെ തൊട്ട് താഴെ അപ്പയുടെ വീട്. അതുകൊണ്ട് അമ്മയുടെ വീട് ഈ പറയുന്ന എന്റെ ഒരു കുട്ടിക്കാലം, ആ ടൈമിലെ അമ്മയുടെ വീട് ഭയങ്കരമായിട്ട് മിസ് ആവുന്നുണ്ട്. ഇപ്പൊ ആ വൈബെല്ലാം മാറി. ആൾക്കാർ തമ്മിലുള്ള ബോണ്ട് ആണെങ്കിലും ഒത്തിരി മാറി. വി ഓൾ ഗ്രോൺ എ ലിറ്റിൽ ഡിസ്റ്റന്റ് ഫ്രം ഈച്ച് അതർ. അവരവരുടെ പ്രയോറിറ്റീസ്, ചിലർ കല്യാണം കഴിച്ചു. അപ്പം അതുകൊണ്ട് ആ ഒരു കാലഘട്ടം തിരിച്ചു കിട്ടുമായിരുന്നെങ്കിൽ. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കുന്നത്, നമ്മൾ വളർന്ന് എന്തോ ആയാലും ശരി, നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചൈൽഡ് ആവും, ഒറ്റ കുട്ടിയാവും. അവിടെ നമുക്ക് കൊഞ്ചും കാര്യം എല്ലാം അല്ലേ, നിർബന്ധം പിടിക്കും ഓരോ കാര്യങ്ങൾക്കും. ഇപ്പൊ മോള് 25 years ആയി. അപ്പൊ ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും ആ മെച്ചോറിറ്റിയിൽ പെരുമാറാനാണോ ഇഷ്ടം, അതോ തിരിച്ചാ കുട്ടിത്തത്തിലേക്ക് പോകാനാണോ? ഞാൻ ഈ പറഞ്ഞ ദ മൊമെന്റ് ഐ ഗെറ്റ് ഇൻ ടു മൈ ഹൗസ്, ഞാനൊരു
കുട്ടി കൊച്ചു അത് തന്നെയാണ്. ഈവൻ സുഹൃത്തുക്കളുടെ ഇടയിലും ഈ ഞാൻ വാശി പിടിക്കും അല്ലെങ്കിൽ ഐ ത്രോ ടാൻട്രംസ്, അതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു അപ്പോളജറ്റിക്കേ അല്ല. അല്ലെങ്കിൽ എൻ്റെ പേരൻസ് ഒരിക്കലും ചോദിക്കില്ല ഇത്രയും പ്രായമായില്ലേ അങ്ങനെ ചോദ്യം പോലും ഇല്ല അവർക്ക്. കാരണം അവർക്കും ഇഷ്ടമാണ്. ബിക്കോസ് എനിക്കറിയാം, മേ ബി ദിസ് ഇസ് ഹൗ ദേ സീ ഇറ്റ്. ഇപ്പം അവരായിരിക്കുന്നത് ദ മൊമെന്റ് ഐ സ്റ്റെപ്പ് ഔട്ട്, നമുക്ക് ഈ പറഞ്ഞ പ്രായത്തിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റികൾ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കരിയർ ചൂസ് ചെയ്തതുകൊണ്ട് അതിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ആകെ നമ്മളാവാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലാണ്. അതുകൊണ്ട് അവർ ആ സ്പേസ് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണോ, വിഷമമാണോ, സന്തോഷമാണോ, കൊഞ്ചലാണോ, എന്താണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതിൽ. ദ സെയിം തിങ് വിത്ത് മൈ ഗ്രാൻഡ് പേരൻസ് ഓൾസോ. ഇപ്പം എൻ്റെ അമ്മയുടെ അമ്മയാവട്ടെ, ഞാനിപ്പോഴും പണ്ടത്തെ ആ പറഞ്ഞ റെബൽ കൊച്ചു തന്നെയാണ്. എനിക്ക് ഇപ്പം ഞാൻ ഷോർട്സ് ഇട്ടുകൊണ്ട് വന്നു, അപ്പം അച്ഛൻ പറഞ്ഞത് എന്നാ ഇത് തുണിയോ ഇല്ല ഒന്നുമില്ല കൊച്ചു എന്നാ ഇങ്ങനെ നടക്കുന്നത് എന്നും പറഞ്ഞു വരും. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ വേറെ പണിയൊന്നുമില്ല. അങ്ങനെ അതേ ബോണ്ടിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ വിത്ത് മൈ ഫാദേഴ്സ് പേരൻസ്, അവര് അമ്മച്ചി ഫോൺ വിളിക്കും, ഞാൻ എടുക്കത്തില്ല, ഞാൻ എന്തെങ്കിലും പണിയിലായിരിക്കും. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഓ വന്നു ഊര് തെണ്ടി അങ്ങനെയായിരിക്കും പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ആ വന്നു എന്ത് വേണം അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതേ ബോണ്ടാണ് എനിക്ക് അവരായിട്ട് ഇപ്പോഴും. അതെ, പക്ക ആ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഞാൻ എത്ര പ്രായം വെച്ചാലും ഒരു ഭയങ്കര ഗ്രൗണ്ടിങ് ഫാക്ടറാണ്. നമ്മൾ തിരിച്ച് അവരിലേക്ക് വരുമ്പോൾ നമ്മൾ ആരായിരുന്നോ അത് തന്നെയാണ് അവരുടെ മുമ്പിൽ നമ്മൾ അതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ദ ബെസ്റ്റ് പ്ലേസ് ടു ഡിസ്കസ് ആൻഡ് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാണെന്നറിയോ? ഡൈനിങ് ടേബിൾ ആണ്. നമുക്ക് അങ്ങോട്ട് പോയി സംസാരിച്ചാലോ? വരും. റെഡി ടു ഈറ്റ് അല്ലേ? അതെ, ഭയങ്കര ഫുഡിയാണ്. ഫുഡ് ഇഷ്ടമാണ്. നമുക്ക് എങ്ങനത്തെ ഫുഡാ ഇഷ്ടം? നാടൻ ഫുഡാ? നാടൻ, മെയിൻലി നാടനാണ് ഇഷ്ടം. ഓർഡർ ചെയ്യുവാണെങ്കിൽ ഇൻഡോ ചൈനീസ്, നമ്മുടെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനത്തെ. പക്ഷെ അമ്മ നാടൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കറി, പിന്നെ നമ്മുടെ ഫിഷ് മാംഗോ കറി, ചിക്കൻ വറുത്തരച്ചതൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ക നാടൻ. ഇപ്പൊ ഫീൽഡ് വന്നേ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഇമ്പോർട്ടൻസ് ചെയ്തിനാ കൊടുത്തിരിക്കുന്നത് ആസ് ആൻ ആക്ട്രസ്? ഈ പറഞ്ഞ പോലെ പഠിത്തത്തിന് വേണോ, യു വോണ്ട് ടു വർക്ക് അഗെയിൻ? ഇപ്പൊ സിനിമ, ഫുൾ ഓൺ സിനിമ തന്നെയായി. ബിക്കോസ് പഠിത്തം കഴിഞ്ഞ 2025 ഡിസംബർ വരെ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലായിരുന്നു. അപ്പോൾ മാസ്റ്റേഴ്സ് മാത്രമായിരുന്നു മനസ്സിൽ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ഫുൾ ഓൺ കമ്മിറ്റഡ് ടു മൈ സ്റ്റഡീസ്. അപ്പൊ അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് സിനിമ. അതെ, ഇപ്പൊ പണിയില്ല, അൺഎംപ്ലോയിഡ് ആണ്. അപ്പൊ പിന്നെ സിനിമ തന്നെ. ഞാനപ്പോ ജോലിയൊന്നും നോക്കിയില്ലായിരുന്നു, ബിക്കോസ് ഐ വാണ്ടഡ് ടു കമ്മിറ്റ് ടു സിനിമ. അപ്പൊ ഇനി സിനിമ എങ്ങനെ പോകുന്നതനുസരിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. You have given time to cinema now. Absolutely. Okay, all the best. Thank you. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ for the bright future. Because വേണമെന്ന് വിചാരിച്ചിട്ടല്ല മോള് വന്നേ, തമ്പുരാന്റെ തീരുമാനമാ. പല പ്രാവശ്യം പുറകോട്ട് പോയിട്ടും തമ്പുരാൻ തള്ളി ഇങ്ങോട്ട് വിട്ടു. മേ ബി യു വോണ്ട് ടു ബിക്കം ആൻ ആക്ട്രസ്. അല്ലേ? അപ്പം നമ്മൾ അതിനകത്തൊരു സത്യസന്ധത കാണിക്കണം എന്ന് എനിക്ക് തോന്നി. ആ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് എടുത്തില്ല എന്ന് എനിക്ക് തോന്നി. സോ ലൈക്ക് യു സെഡ്, നോക്കാം നമുക്ക് നന്നായിട്ട്. അപ്പം ഇത്രയും നാള് മോള് ചെയ്തതിൽ വാട്ട് ഇസ് ദ ബെസ്റ്റ് കോംപ്ലിമെന്റ് യു ഹാവ് ഗോട്ട്? ബെസ്റ്റ് കോംപ്ലിമെന്റ് ഐ ഹാവ് ഗോട്ടൺ ആൾക്കാരുടെ അടുത്ത് നിന്നാണോ? എനിവൺ. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർക്കാനില്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദൃശ്യം ഇറങ്ങുന്നതിന് മുന്നേ അന്ന് ലാലങ്കളുടെ നമ്പർ ഒന്നുമില്ല. അങ്കിള് പക്ഷെ എവിടുന്നോ നമ്പർ എടുത്തിട്ട്, ആരുടെ അടുത്ത് ചോദിച്ച നമ്പർ എടുത്തിട്ട് എൻ്റെ ഫാദറിനെ വിളിച്ചു. മോളുണ്ടോ അവിടെ? ഞാനിപ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദൃശ്യത്തിന്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വരും എന്ന് അങ്കിള് പറഞ്ഞു. ഒരു സന്തോഷം ആലോചിച്ച് ചോദിക്കേ, ഫോണിലൊക്കെ ലാലേട്ടൻ വിളിക്കാന്നൊക്കെ പറയുന്ന നമുക്കൊക്കെ ഡ്രീം കം ട്രൂ അതെ, ആബ്സല്യൂട്ട്ലി. കാരണം അത് അങ്കിൾക്ക് അതിനെ വിളിക്കുകയോ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യം ഇല്ലല്ലോ. സിനിമ കഴിഞ്ഞു, ഡബിങ് കഴിഞ്ഞു, പോയാൽ മതി. പക്ഷെ ആ ഡബിങ്ങിന്റെ ഇത് കണ്ടപ്പം ഹി ഫെൽറ്റ് ലൈക്ക് ഗിവിങ് എ കോൾ. അല്ലാതെ നമ്മൾ ഇൻ ബിറ്റ്വീൻ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പം അതൊരു ശരിക്കും ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതെ, ഫ്രം such a big legend അല്ലേ? ഇനിയിപ്പോ എന്നാന്ന് വെച്ചാൽ ഞങ്ങള് ഈ പ്രേക്ഷകരും എല്ലാം മോക്ക് വേണ്ടി പറയുന്ന വെച്ചാൽ യു ഷുഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഇനിയിപ്പോ മോളായിട്ടല്ല കാണാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു സീ ആസ് ആൻ ആക്ട്രസ്. ഇനി മോക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ അങ്ങനെ വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെ കണ്ടുവച്ചിട്ടില്ല. ഇപ്പം ചില ക്യാരക്ടേഴ്സ് കാണുമ്പം അങ്ങനെ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നുണ്ട്. സംടൈംസ് ഇറ്റ്സ് ഇങ്ങനെ എന്താ പറയുക, ആരും ഒരു വില്ലനായിട്ട്
ഭയങ്കര ഒരു വില്ലത്തിയായിട്ട് നെഗറ്റീവ് റോൾ, വളരെ ക്രൂവൽ ആൻഡ് വയലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അങ്ങനത്തെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഓൾസോ എൻ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് പലരായിട്ട് അഭിനയിക്കാൻ പറ്റും, പലരായിട്ട് ജീവിക്കാൻ പറ്റാണല്ലോ. അപ്പം ജീവിതത്തിൽ അങ്ങനെ ഒരാളാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അറ്റ്ലീസ്റ്റ് സിനിമയിൽ യു ഗെറ്റ് ടു എക്സ്പ്ലോർ ദോസ് തിങ്സ്. അപ്പം നെഗറ്റീവ് ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഈ പറഞ്ഞ പാവം, ഇന്നസെൻറ്റ്, ക്യൂട്ട്, അല്ലെങ്കിൽ ടീനേജ് വാശിയുള്ള ടാൻട്രംസ് ഉള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി ചിലപ്പം അങ്ങനെയുള്ള ഒരു സ്പേസ് ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പം അത് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്നു. ഇഷ്ടമുള്ള ആക്ടർ ആക്ടർ ലാലങ്കിളായിരിക്കും ഫേവറേറ്റ്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ആക്ട്രസിനും അവരുടേതായ ഒരു സിഗ്നേച്ചർ നമുക്ക് വെക്കണം എന്നാണ്. യു ടു decided to do that? I don't know. എന്താ സിഗ്നേച്ചർ വെക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അത് വരും. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിഗ്നേച്ചർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് മോക്ക് എത്തട്ടെ. ആളുകൾ പറയായിരിക്കും ഇതാണ് എസ്തറിന്റെ സിഗ്നേച്ചർ എന്ന് വൺ ഡേ. സോ അപ്പം ദാറ്റ് വിൽ ബി എ ബിഗ് റെക്കഗ്നിഷൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് നമുക്കിങ്ങനെ അറിയത്തില്ല എവിടെയാണ് എന്താണെന്ന് പോലും അറിയത്തില്ല. ബട്ട് ഇഫ് തിങ്സ് ഗോ വെൽ, എനിക്ക് തോന്നുന്നു ഒരു ദിവസം definitely the day will come. Thank you. അപ്പോൾ ഞാൻ അപ്പോഴും still I'll be here and I'll take with Annie's Kitchen. I'll be here and I'll take a good interview. Absolutely. പക്ഷെ അന്ന് ഡേറ്റ് വരണം. പിന്നെന്താ, ഇത് എന്റെയും എന്റെ പ്രേക്ഷകരും എല്ലാവരും കേൾക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇൻ കേസ് കൊടുത്തില്ലെങ്കിൽ അറിയും. ഡെഫിനറ്റ്ലി. അത് സാക്ഷിയുണ്ടല്ലോ, വിറ്റ്നസസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഡേയിലേക്ക് എത്താൻ ഞങ്ങൾ ഇന്നേ ഒരു പ്രചോദനം തരാം. ദാറ്റ്സ് എ സ്മോൾ ഗിഫ്റ്റ് ഫ്രം us. Not too big, but our sincere heart and എന്താ പറയാ, ഭയങ്കര നിറവോടുകൂടിയൊക്കെ തരാന്ന് പറയില്ലേ. It's a little bit. Thank you so much. For your bright future and എന്താ പറയാ, ആ ഒരു ഡേ വരാൻ വേണ്ടി we are waiting for that. Thank you. Okay. Anyway, ഈ പറഞ്ഞ പോലെ വർത്താനം പറഞ്ഞു, പക്ഷെ ഞാൻ ഭക്ഷണമൊന്നും തന്നില്ല. ബട്ട് സ്റ്റിൽ ഐ ഷുഡ് സേ താങ്ക് യു ടു യു അല്ലേ. ഈ പറഞ്ഞ പോലെ കുറച്ച് സമയത്ത് വന്നു, ഞങ്ങളോട് ഒത്തിരി വർത്താനം പറഞ്ഞു. ഇനി പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾക്കിടയിലൊക്കെ മോളായിരുന്നു എസ്തർ ഇതുവരെ, ഇനിയിപ്പോൾ നായികയായി. അപ്പം നമുക്കും ആ ചേഞ്ച് ഓവർ വരണം. അങ്ങനെയല്ലേ നമ്മൾ ഇനി കാണാനുള്ള. ഇനി അതിനുള്ള ബ്ലെസ്സിങ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം പറഞ്ഞ പോലെ ഒരു നല്ല ക്യാരക്ടർ ചെയ്ത എസ്റ്ററിൻ്റെ ക്യാരക്ടർ നല്ലതായിരുന്നു. ആ സിഗ്നേച്ചർ നമ്മുടെ മലയാളികളുടെ ഇടയിൽ എത്തിക്കാൻ പറ്റട്ടെ നമുക്ക്. അതിനുള്ള ബ്ലെസ്സിങ്ങും പ്രാർത്ഥനയും എല്ലാം നമുക്ക് കൊടുക്കാം. ആൻഡ് വി വിഷ് യു എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ഐ ഹാഡ് എ ലവ്ലി ടൈം. ഞാൻ എൻ്റെ അമ്മയൊക്കെ വലിയ ഇഷ്ടമാണ് സിനിമയൊക്കെ കണ്ടത്, തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. താങ്ക് യു. എനിവേ, ഞാൻ വിളമ്പിയേച്ചാൽ എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാർ എന്നോട് ചോദിക്കും കൊച്ചിനെ പിടിച്ചിരുത്തിയിട്ട് പട്ടറിക്ക് വിട്ടേക്ക് വന്നു. അതെന്തായാലും ഞാൻ ചെയ്യുകയല്ല, ഞാൻ വിളപ്പിക്കും. ശരി. Anyway, so happy and thank you. Thank you so much. Thank you. Okay, ഇനി പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.